हेलो फ्रेंड्स वेलकम बैक അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹാഫ് കെ ജി ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് 3 ലെയേഴ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് സോക്ക് ചെയ്യാം. ഷുഗർ സിറപ്പ് എപ്പോഴും പറയുന്നോട്ട് കോഫി ഇച്ചിരി ഇട്ട് നമുക്ക് വേണം ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ട്. നല്ല റിച്ച് ആയിട്ട് ചോക്ലേറ്റ് കേക്കിന് ടേസ്റ്റ് കിട്ടും. നമുക്ക് ക്രീമിനകത്ത് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മേളി ഫില്ലിങ് നമ്മൾ ചോക്ലേറ്റ് ഗനാഷും ചോക്കോ ചിപ്സും വെച്ച് കൊടുക്കുന്നത്. ഇത് എനിക്ക് വേണം നമുക്ക് 3 ലെയറും റെഡിയാക്കി എടുക്കാനായിട്ട്. ഇതാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓഫീസിലേക്കുള്ള കേക്കാണ്. നിങ്ങളോട് എപ്പോഴും പറഞ്ഞ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ഓഫീസിലേക്കുള്ള കേക്കൊക്കെ എൻ്റെ കയ്യിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ പിന്നെ ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കി. എപ്പോഴും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും ട്രൈ ചെയ്യാറ് പതിവ്. പക്ഷേ ഇന്ന് അവർ തന്നെ പറഞ്ഞു ചോക്ലേറ്റ് കേക്ക് കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. അപ്പോൾ അതനുസരിച്ച് നല്ല റിച്ചായ ടേസ്റ്റ് നമുക്ക് കേക്ക് നമുക്ക് റെഡിയാക്കി കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെയല്ല, നമുക്ക് ഹസ്ബൻഡ് കേക്ക് ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ. എപ്പോഴും ഏത് കേക്കാണെങ്കിൽ നിങ്ങൾ എൻ്റെ നോക്കിയാൽ മതി. ചോക്ലേറ്റ് കേക്ക് നല്ല ഇതുപോലെ തന്നെ നല്ലതായിട്ട് ഗനാഷൊക്കെ ഒഴിച്ച് നല്ല തിക്കായിട്ട് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കേക്ക് റെഡിയാക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. പിന്നെ ഞാനാണെങ്കിൽ 1:2 റേഷ്യോയിലാണ് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കുന്നത്. എന്ന് വെച്ചാൽ 2 കപ്പ് ചോക്ലേറ്റ് ആണെങ്കിൽ 1 കപ്പ് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം വെച്ച് ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്ക് മെൽറ്റ് ചെയ്തെടുത്താൽ ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ റെഡിയായി കിട്ടും. പിന്നെ നമുക്കാണെങ്കിൽ ട്രിപ്പ് ചെയ്യാൻ വേണമെങ്കിൽ 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഷൈനിങ് കിട്ടും കേട്ടോ നമുക്ക് ചോക്ലേറ്റ് ഗനാഷിന്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതേ നമ്മളാണ് വർത്തമാനം പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ ക്രം കോട്ടൊക്കെ ചെയ്ത് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ക്രം കോട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്യണം. എവിടെയെങ്കിലും നമുക്ക് തോന്നുന്നുണ്ട് ഇച്ചിരി മുന്നോട്ടൊക്കെ തള്ളിയിരിക്കുന്നുണ്ട്, അതൊക്കെ മുറിച്ച് പിന്നെ അത് മാറ്റിയതിന് ശേഷം നമുക്കാണെങ്കിൽ ക്രീമും കൊണ്ട് നന്നായിട്ട് ഫില്ല് ചെയ്യണം കേട്ടോ. അതിന് ശേഷം വേണം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട്. ഇനി നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ അവർക്ക് കളർ എപ്പോഴും വേണ്ടാന്ന് പറയുന്നത്. കളറൊന്നും വേണ്ട കേക്കിനകത്ത്, സിമ്പിളായിട്ട് ചോക്ലേറ്റ് കേക്ക് മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ഗനാഷ് മിക്സ് ചെയ്ത് വെച്ച ക്രീമില്ലേ, അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഐസിങ് ചെയ്ത് കൊടുക്കുക. എവിടെയൊക്കെ ക്രീം കുറവാണെന്ന് തോന്നുന്നു വെച്ചാൽ അവിടെ എല്ലാം ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. പിന്നെ നമുക്കിങ്ങനെ തോന്നും പെട്ടെന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാൻ തോന്നുകയാണെങ്കിൽ ഇച്ചിരി സ്പ്രേ ബോട്ടിൽ ഒന്ന് ഇതിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി നമുക്ക് വെള്ളം തെളിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് ഫിനിഷിങ് ആയി കിട്ടും. പിന്നെ ബോർഡ് ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ നിന്ന് വെക്കാം. അതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു. എപ്പോഴും നമുക്കാണെങ്കിൽ ഇതുപോലെ ഡ്രിപ്പായിട്ട് ഒരിടത്ത് നിൽക്കുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ ഫ്രിഡ്ജിൽ കുറച്ച് നേരത്തേക്കും തണുക്കാൻ കൊടുക്കണേ. അപ്പോൾ നമ്മൾ എവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന വെച്ചാൽ ഡ്രിപ്പ് വേണമെന്ന് വെച്ചാൽ അവിടെ വരെ നിൽക്കത്തേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നേരെ ഒഴിക്കുവാണെങ്കിൽ താഴെ വരെ മുട്ടാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ചെയ്യുക. പിന്നെ ഒരു സ്പൂണും കൊണ്ട് ഇതുപോലെ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കിറ്റ്കാറ്റും ഷോർട്ട്സും ഒറിയോ ബിസ്ക്കറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.